1:8 അപ്പോസ്തല പ്രവർത്തനം 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് വ്യാഖ്യാനം വരും കിട്ടും. ഞാൻ ഒരു ദിവസം ഇത് വായിച്ചപ്പോൾ ഈശോ പറഞ്ഞത്, ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത് നീ അന്റാർട്ടിക്ക വരെ അളന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. നിൻ്റെ ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത് നീ എന്ന് ചത്ത് വീഴുന്ന അതാണ് നിൻ്റെ ഭൂമി. നിൻ്റെ ഭൂമി അവിടെ വെച്ച് തീരുകയാണ്. നിങ്ങൾ ഭൂമിയുടെ അതിർത്തി വരെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതകാലം മുഴുവനും എന്നാ. നമ്മൾ ഈ ഭൂമിയിൽ നടക്കുന്ന അത്രയും കാലം നമ്മളെന്ന് നമ്മുടെ കണ്ണടയുന്നു, അന്ന് നമ്മുടെ ഭൂമിക്ക് അതിർത്തിയായി, ഭൂമി തീരുകയാണ്. അപ്പം നമ്മുടെ മരണം വരെ ആരായിരിക്കും? നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ സാക്ഷികളായിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ എൻ്റെ കണ്ണടയുന്നത് വരെ അങ്ങയുടെ നാമത്തിന്റെ സാക്ഷിയാകാൻ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. അപ്പം നമ്മൾക്ക് കർത്താവ് ഇന്ന് വെളിപാടായി നൽകിയ വചനം ഞാൻ വീണ്ടും നോക്കുകയായിരുന്നു. അത് 8:13 എന്താണ്? പാറയിൽ വീണ വിത്ത്. വചനം വിതക്കുമ്പോൾ വീഴുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഈശോ പറയണത്. ചിലത് പാറയിലാണ് വീഴുന്നത്. പാറയിൽ വീണ വിത്ത് അവർ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. വചനങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷമാകും, ഉടമ്പടി എടുക്കുമ്പോൾ സന്തോഷമാകും, ഉടമ്പടിയുടെ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര സന്തോഷമാകും, പ്രത്യാശയാകും. പക്ഷേ എന്താ പറ്റണത്? വേരില്ലെന്ന്. അതാണ് പ്രശ്നം. വേരില്ലാത്തത് കാരണം ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം വചനമല്ല, വചനവും വേരുമാണ് പ്രധാനപ്പെട്ട കാര്യം. വചനം മാത്രം പോരാ, വേരുണ്ടാകണം. ഉടമ്പടി ശ്രദ്ധിക്കുന്നത് വേരുകൾ കൂടുതൽ മുളപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്പം നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരെന്നാ ചെയ്യണത്? അവർ കൂടുതൽ ചില വേരുകൾ മുളക്കാൻ വേണ്ടി അവർ തെങ്ങിൻ്റെ തടിയെ ചേർത്ത് മണ്ണൊക്കെ ഇടും. തടിയെ ചിലയിടത്തത് ഉപദ്രവം ചെയ്യും, ചിലക്കത് ഗുണം ചെയ്യും. ആ മണ്ണ് ശരിക്കും നല്ല ലെവൽ ചെയ്ത് കുറച്ച് വിസ്താരത്തിലിടുകയാണെങ്കിൽ മണ്ണ് വളമെടുക്കാൻ പറ്റുന്ന രീതി പുതിയ വേരുകൾ ഇറക്കും. തെങ്ങ് പുതിയ വേരുകൾ ഇറക്കും. മണ്ണില്ലെങ്കിൽ ആ വേരും പുറ്റുമായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ പുതിയ വേരുകൾ ഇറക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പുതിയ വേരുകൾ. എത്ര വേരുകളാണ് ഉടമ്പടി എടുത്തപ്പോൾ നിങ്ങൾക്ക് വന്നത്? ഒന്ന്, നിങ്ങൾ രോഗികളെ കാണാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അലക്സച്ചൻ പറയായിരുന്നു, ഒരു ദിവസം ലോകത്ത് എന്തുമാത്രം മനുഷ്യരാണ് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പണം കൈമാറും, സഹായം കൊടുക്കുന്നത്, എന്തുമാത്രം പേരുടെ വസ്ത്രം കൈമാറണത്, എന്തുമാത്രം പേരാണ് ഭക്ഷണം കൈമാറണത്, എന്തുമാത്രം പേരാണ് ഭാഷകൾ അറിയാത്തവർക്ക് ഭാഷ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിലൂടെ പുതിയ വേരുകൾ ഇറങ്ങുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? വചനം നിലനിൽക്കാഞ്ഞതിൻ്റെ കാരണം എന്താ? വേരുകളില്ലാതിരുന്നത് കാരണം. അതല്ലേ, അങ്ങനെയല്ല എഴുതിയിരിക്കണത്. എന്താ എഴുതിയിരിക്കണത്? അതായത് എങ്കിലും അവർക്ക് വേരുകളില്ല. എങ്കിലും അവർക്ക് വേരുകളില്ല. വേരുകളെ ഇല്ലാത്തത് കൊണ്ട് എന്ത് പറ്റി? അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. വേരില്ലെങ്കിൽ വീണു പോകും. അപ്പോൾ ഉടമ്പടി അന്വേഷിക്കുന്ന പുതിയ വേരുകൾ ഇറക്കുകയാണ്. പുതിയ നിലവിലുള്ള വേരിനേക്കാൾ പുതിയ വേരുകൾ. നിങ്ങൾക്ക് പുതിയ വേരുകളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യണത്?
പലതരത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യും. അതെല്ലാം പുതിയ വേരുകളാണ് ഇല്ലേ. ചിലർ ഇപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ചിലർ കണ്ണ് കാണാൻ പാടില്ലാത്തവർക്ക് ഈ പത്രം വായിച്ചു കൊടുക്കും, സാക്ഷ്യങ്ങൾ. അതൊരു പുതിയ, അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വേരിറങ്ങും. ഉടമ്പടിയിൽ ദൈവത്തിലേക്ക് ആൾക്കാർ ഇങ്ങനെ വേര് പാകുകയാണ്. വേര് പാകാൻ വേണ്ടി പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ട്, ഇവിടെ വേര് പാകുക. ശ്രുതികട ഹല്ലേലൂയ. സ്നേഹത്തിൽ വേര് പാകാൻ. ശ്രുതികട ഹല്ലേലൂയ. എഫേസ്യൻസ് ലേഖനം 3:17. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഉടമ്പടി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണിത്. നമ്മുടെ ദൈവമായിട്ടുള്ള ഉടമ്പടി ജീവിതത്തിന് വേണ്ടി അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കണത്? ഒന്ന് വായിച്ചേ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് വേരുകളില്ലാത്തതിനാൽ ഉണങ്ങിപ്പോകുന്നു എന്നാണ് 8:13 പറയുന്നത് അല്ലേ. ചിലർ പെട്ടെന്ന് വിശ്വസിക്കും, പക്ഷേ വേരുകളില്ലാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോകും. ഇപ്പോൾ എന്താ പൗലോസപ്പോസ്തലൻ ഇതിൻ്റെ കൂടെ പറയണത്? ഇത് ലൂക്കാൻ്റെ സുവിശേഷമാണ്. പൗലോസപ്പോസ്തലൻ ഇതിൻ്റെ കൂടെ സബോർഡിനേറ്റായിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടി ഉറക്കണം അല്ലേ. Ephesians 3:17 ഒന്ന് പറഞ്ഞ സ്നേഹത്തിൽ വേരുപാകി അടി ഉറക്കണം. അപ്പൊ അതുകൊണ്ടാണ് അടി ഉറച്ചില്ലെങ്കിൽ എന്ത് പറ്റും? വീണു പോകും. അതുകൊണ്ട് വീണു പോകണമെന്നാ പറയണത്. വേരില്ലാത്തത് കൊണ്ട് അത് വീണു പോകുന്നു. വീണു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? അടി ഉറക്കണം. അടി ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ വേരുപാകണം. പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹത്തിലെ വേരുപാകയിലാണ് നമ്മൾ എവിടെ നടക്കുന്നത്? നിങ്ങളുടെ കാരുണ്യ പ്രവർത്തികളിലൂടെ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഉടമ്പടി ജീവിതം. സ്നേഹത്തെ വേരുപാകുന്ന പരിപാടിയാണ് കാരുണ്യ പ്രവർത്തികളിലൂടെ നടക്കുന്നത്. അത് തന്നെയാണ്, കാരുണ്യ പ്രവൃത്തി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ കൈമാറ്റം. കാര്യം ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി ഇവിടെ കാരുണ്യ വർഷമെന്നും പറഞ്ഞുകൊണ്ട് ഒരു വർഷം മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്തായിരുന്നു. ഏത് വർഷമാണ് ഞാൻ മറന്നുപോയി. കരുണയുടെ വർഷം. അപ്പം ഞാൻ ഇവിടെ എനിക്ക് പരിശുദ്ധാത്മാവ് ഈ വിഷയം വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഏറ്റവും വലിയ കരുണയെന്ന് പറയണത് ക്രിസ്തുവിനെ കൈമാറുന്നതാണ്, അല്ല ക്രിസ്തുവിൻ്റെ പേരിൽ എന്തെങ്കിലും ചരക്കുകൾ കൈമാറുന്നതല്ല. നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ കാരുണ്യം മനുഷ്യരാഴ്ചയോട് കാണിക്കണത് എന്താണ്? ക്രിസ്തുവിനെ കൈമാറുന്നതാണ്.